അസ്സലാമു അലൈക്കും. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരുപാട് ആളുകൾക്ക് അവരുടെ കടം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് ശക്തിയേറിയിട്ടുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കമൻസുകൾ ഞാൻ ഓരോന്നോരോന്നായി വായിച്ച് മനസ്സിന് അതിയായി സന്തോഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ആ ഒരു അമലിനെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ശഅബാൻ മാസത്തിൽ മുത്ത് റസൂലിൻ്റെ സലാത്തിൻ്റെ മാസമായിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് വേണ്ടിയിട്ടുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നിങ്ങളുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളി. മറ്റൊരാളും ഇത് ചെയ്യണമെന്നില്ല. കുടുംബത്തിൽ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള മറ്റെല്ലാവരും അത്രയും ഹൈറായിട്ടുള്ള രീതിയിലുള്ള സമ്പത്ത് ഉണ്ടാക്കുന്നവരായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു അമലിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് നൽകട്ടെ. ഈ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക കൂടെ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവൻക്ക് വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരുപാട് കമൻറ്റുകൾ വായിക്കുകയുണ്ടായി. ചില കമൻറ്റുകൾ ഇങ്ങനെ മനസ്സിൽ തറച്ച് കയറും. എങ്ങനെയാണെന്നറിയോ? മോളെ, ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കമൻ്റ് ഇടുന്നത്. എൻ്റെ മോന് ഒരുപാട് നാളായിട്ട് ഒരു സമാധാനമില്ലാതെ ഓനൊന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ സങ്കടം തോന്നാണ്. എന്താണ് ഇങ്ങനെ മനസ്സ് നീറി ജീവിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. എനിക്കൊരു വഴി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊരു ഉമ്മ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഭാര്യ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ഒരുപാട് നാളായിട്ട് വിദേശത്താണ്. ഇക്കൊരു ജോലി ശരിയാവണില്ല. ജോലി 1-2 ശരിയായത് വർക്ക് ലോഡ് കൂടുതലാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സാലറി അവരുടെ കയ്യിൽ കിട്ടണമില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറാണ്. കാരണം എൻ്റെ മക്കളുടെ സ്കൂൾ ചിലവിന് പോലും ആ ഒരു സാലറി തികയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയേറെ പൈസ കടവും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്ത് പൊളിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ താങ്ങാൻ കഴിയണില്ല. മനസ്സിൻ്റെ സമനില തെറ്റിയിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഒരു വഴി പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ, അവരുടെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. പടച്ചവനോട് ഓരോ ദുആകളിലും പറയാറുമുണ്ട്. എൻ്റെ അടുത്ത് ഇത്തരത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഓരോ ആളുകളുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലരെങ്കിലും മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്ന ടൈമിൽ അവൻ എത്തരത്തിലായിരുന്നു എൻ്റെ അടുത്ത് നടന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു രൂപ പോലും എടുക്കാനില്ലാതായപ്പോൾ അവനൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ലല്ലോ എന്ന് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകും. എന്തിന്? സ്വന്തം വീട്ടിൽ വരെ ചിലപ്പോൾ പണമുള്ള മക്കളെ ഒരു കണ്ണിലും പണമില്ലാത്ത മക്കളെ മറ്റൊരു കണ്ണിലും കാണുന്ന വീട്ടുകാരുണ്ട്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോട്ടോ. എന്താണെന്നറിയോ? നമ്മളിങ്ങനെ കുടുംബത്തെ നല്ല രീതിയിൽ കെട്ടിപ്പൊക്കി കൊടുത്തിട്ട്
അവരുടെ കയ്യിൽ ഒന്നുമല്ലാതാകുന്ന ആ ഒരു സമയത്ത് അവരെ നമ്മൾ ആട്ടിപ്പുറത്താക്കുക, അല്ലെങ്കിൽ ഒരു കറിവേപ്പിലയുടെ ആ ഒരു രീതിയിൽ, ആ ഒരു കറിയിൽ നിന്ന് കറിവേപ്പില ഏത് രീതിയിലാണോ നമ്മൾ എടുത്ത് പുറത്തിടുന്നത്, അതേപോലെ ഈ ഒരു മനുഷ്യനെ, ഈ ഒരു വ്യക്തിയെ എടുത്ത് പുറത്തു നിന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കടവും കള്ളിയും കയറി മനസ്സിൻ്റെ സമനില തെറ്റി ഒരു ഭ്രാന്തൻ്റെ രൂപത്തിൽ എത്രയോ ആളുകൾ ഇന്ന് തെരുവുകളിലും മറ്റും കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോകും. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മുടെ ഉപ്പമാരാണെങ്കിലും ചോര നീരാക്കി അവിടെ കിടന്ന് അധ്വാനിച്ച് ജോലി ചെയ്യുന്നത്. എന്നിട്ട് ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ നമ്മൾ അവരെ പുറത്താക്കുമ്പോൾ അതിന് പടച്ചോൻ പൊറുക്കുമോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇന്ന് നമ്മൾ ഒരാളെ താഴ്ത്തി കെട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മളെ പണത്തിൻ്റെ പേരിലും പ്രതാപത്തിൻ്റെ പേരിലും ഒരാളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണുനീര് പടച്ചോൻ കാണാതിരിക്കൂല. റബ്ബ് സുബ്ഹാനഹു തആല ആ ഒരു കണ്ണുനീരിൻ്റെ ഫലം ചിലപ്പോൾ നമുക്കുള്ളൊരു അടിയായിട്ടായിരിക്കും തരുന്നത്. ആ ഒരു അടിയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഓരോ ആളുകളോടും സമീപിക്കുന്ന രീതി, സഹകരിക്കുന്ന രീതി ഒരേപോലെയാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ആ ഒരു അമലുണ്ടല്ലോ, ഇത് നമ്മൾ സുബഹ് നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ ഓതേണ്ടത്. സുബഹ് നിസ്കാര ശേഷം നമ്മൾ നിയ്യത്ത് വെക്കുക, മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഭർത്താവിനാണോ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാക്കാണോ, എൻ്റെ മകൻക്കാണോ, എൻ്റെ മകൾക്കാണോ, ആർക്കാണ് ഈ രീതിയിൽ കടമുള്ളത്, അവരുടെ കടങ്ങൾ പൂർണ്ണമായിട്ടും വീട്ടിത്തരണേ എന്ന് മനസ്സിൽ അതിയായി നല്ല രീതിയിൽ നിയ്യത്ത് വെക്കുക. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹരീം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതി തുടങ്ങുക, അത് അവസാനിപ്പിക്കുക. ഒരു ദിവസം ഓതിയാൽ മതി. വളരെ വേഗത്തിൽ ചില ആളുകൾക്ക് 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ടൊക്കെ ലക്ഷക്കണക്കിന് കടമുള്ള ആ ഒരു കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു അമലിനെ നിങ്ങൾ ഇനിയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും നിങ്ങൾക്ക്. അപ്പോൾ ആരും തന്നെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ശാബാൻ മാസത്തിൽ ഈ ഒരു അമലിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. എല്ലാവരും ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ദിക്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ അത്തരത്തിൽ ലൈക്ക് ചെയ്താലുള്ളൂ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചേരുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലീസ് അവർക്കൊക്കെ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അള്ളാ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.